സോഷ്യൽ സയൻസിലെ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഇതേ ഒരു ഫുൾ ചാപ്റ്റർ 10 മിനിറ്റിൽ സെറ്റാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കല്ലേ 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഷടപടേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മളുടെ എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യും. സോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. സോ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ എർത്തിൻ്റെ ഷേപ്പിനെ പറ്റി ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനെ പറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ ഷേപ്പിനെ പറ്റി പറഞ്ഞത് നമ്മുടെ തെയിൽസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ തെയിൽസ് പറഞ്ഞു നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പിലാണ്, ഗോളാകൃതിയിലാണ്, പക്ഷേ അത് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ തെയിൽസ് പറഞ്ഞത്. അതിനുശേഷം ഇതുപോലെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് നമ്മുടെ എർത്ത് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഈ രണ്ട് സയൻറ്റിസ്റ്റ് വന്നത്, അരിസ്റ്റോട്ടിലും പൈതഗോറസും. അരിസ്റ്റോട്ടിലും പൈതഗോറസും ഇത് തിരുത്തുകയാണ് ചെയ്തത്. അതായത് നമ്മളുടെ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഗോളാകൃതിയാണ്, അഥവാ സ്ഫെറിക്കൽ ഷേപ്പാണ്, അല്ലാതെ വെള്ളത്തിന് മുകളിലൊന്നും പൊങ്ങിക്കിടക്കുന്നത് പോലെയല്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് നാട്ടുകാരും വിശ്വസിച്ചില്ല അല്ലേ. ചുറ്റുപാടുള്ള ആരും വിശ്വസിക്കാതെ ആയ സമയത്ത് പിന്നീട് അത് പ്രൂവ് ചെയ്തത് ആരാണ്? നമ്മളുടെ കോപ്പർനിക്കസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. അപ്പോൾ കോപ്പർനിക്കസ് ആണ് എന്ത് പറഞ്ഞത്? ഇവർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. നമ്മളുടെ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഗോളാകൃതിയാണ്, സ്ഫെറിക്കൽ ഷേപ്പാണെന്ന് ആര് പറഞ്ഞു? നമ്മുടെ കോപ്പർനിക്കസ് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള ആര്യഭട്ട പറയുകയുണ്ടായി, എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പ് തന്നെയാണ്, പക്ഷേ അതിന് പുറമേ നമ്മളുടെ എർത്ത് എന്ന് പറയുന്നത് സ്വയം കറങ്ങുന്നുണ്ട്, അതിൻ്റെ അച്ചുതണ്ടിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഭ്രമണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആര്യഭട്ടയാണ് നമ്മളുടെ ഇന്ത്യൻ ആസ്ട്രോണമർ ആണ് എന്ത് പറഞ്ഞു? എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫെറിക്കലാണ്, പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഇമാജിനറി ആക്സസിൽ അത് സ്പിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മളുടെ ഒരു വോയേജ്, അതായത് കപ്പൽ യാത്രയൊക്കെ ചെയ്യുന്ന ഒരു അദ്ദേഹമായിരുന്നു നമ്മുടെ മെഗല്ലൻ എന്ന് പറയുന്നത്. അപ്പം മെഗല്ലൻ അദ്ദേഹം ഒരു വോയേജ് നടത്തി. അതായത് നമ്മളുടെ വേൾഡ് മൊത്തം അദ്ദേഹം കപ്പലിൽ കറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞാൻ കപ്പലിലൊക്കെ പോയി നമ്മളുടെ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, സ്ഫെറിക്കൽ ആയിട്ടുള്ള ഷേപ്പ് തന്നെയാണ് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ മെഗല്ലൻ ചേട്ടൻ പറഞ്ഞു. അതിനുശേഷമാണ് നമ്മുടെ ന്യൂട്ടൺ ചേട്ടൻ വന്നിട്ട് പറഞ്ഞത്, ഇവർ പറഞ്ഞതെല്ലാം ആക്ച്വലി എന്തായിരുന്നു, തെറ്റായിരുന്നു. ശരിക്കും എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഗോളാകൃതി അല്ല, സ്ഫെറിക്കൽ ഷേപ്പ് അല്ല, പകരം അതെന്ത് ഷേപ്പാണ്? ജിയോയിഡ് എന്ന് പറയുന്ന ഷേപ്പാണ്. ഈ ജിയോയിഡ് ഷേപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോൾസിൽ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ്. അതായത് നമ്മുടെ പോൾസ് അഥവാ ധ്രുവങ്ങളിൽ കുറച്ച് പരന്നും, അതുപോലെ തന്നെ ഈ ഒരു മിഡിൽ ഭാഗത്തേക്ക് കുറച്ച് ഉന്തി നിൽക്കുന്ന, ബൾജ് ചെയ്ത് നിൽക്കുന്നതും പോലെയുള്ള ഷേപ്പായിട്ടുള്ള ജിയോയിഡ് ഷേപ്പാണ് നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് എന്ന് ആര് പറയുകയുണ്ടായി? നമ്മുടെ ന്യൂട്ടൺ ചേട്ടൻ പറയുകയാണ്. അപ്പോൾ എർത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ജിയോയിഡാണ്. ഇനിയാണ് ഒരു കനേഡിയൻ ആയിട്ടുള്ള ഒരു യാത്രികനായിരുന്നു നമ്മുടെ ജീൻ ബെലീവോ. അപ്പോൾ ജീൻ ബെലീവോ 11 വർഷം എടുത്തു. എന്താണ് മക്കളെ? 11 വർഷം എടുത്തിട്ട് അദ്ദേഹം കാൽനടയായിട്ടും കപ്പൽ യാത്ര ചെയ്തും നമ്മളുടെ എർത്ത് കംപ്ലീറ്റ് കറങ്ങി വരികയാണ് ഉണ്ടായത്. സെറ്റാണോ? അപ്പോൾ നമ്മളുടെ എർത്ത് മൊത്തം കറങ്ങി വരാൻ വേണ്ടി അദ്ദേഹത്തിന് 11 വർഷമാണ് സമയമെടുത്തത് കേട്ടോ. അപ്പോൾ എത്ര വർഷം എടുത്തു? 11 വർഷം സമയം കൊണ്ട് നമ്മളുടെ എർത്ത് മൊത്തം അദ്ദേഹം കറങ്ങി വരികയാണ് ഉണ്ടായത്. സെറ്റാണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എർത്തിൻ്റെ ഷേപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അതിനുശേഷം നമ്മളുടെ എർത്തിൽ ഓരോ രാജ്യങ്ങളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, നമ്മൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ എർത്തിൽ മനുഷ്യന്മാർ തന്നെ ഇമാജിനറി ആയിട്ട് ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയാം. ആ ലൈൻസിൻ്റെ പേരെന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സുമാണ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് വെച്ചാൽ ഇത് നമ്മളുടെ എർത്താണെങ്കിൽ ആ എർത്തിൻ്റെ ഹൊറിസോണ്ടലായിട്ട് നമ്മൾ വരയ്ക്കുന്ന ഇതുപോലെയുള്ള വരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാറ്റിറ്റ്യൂഡുകൾ അഥവാ ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് വിളിക്കുക. അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് വെച്ചാൽ കുറുകെയുള്ള, കണ്ടോ, ഇങ്ങനെ നടുകെയുള്ള ഇതുപോലെയുള്ള കുറുകെ നമ്മൾ വരയ്ക്കുന്ന ലൈൻസ് ആണ്, വെർട്ടിക്കൽ ലൈനുകളാണ് കേട്ടോ. ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനുകളെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയാം. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സിനെ പറ്റിയിട്ടും ലോഞ്ചിറ്റ്യൂഡ്സിനെ പറ്റിയിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. സോ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനുകളാണ്, വെർട്ടിക്കൽ ലൈനുകളെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ്, അക്ഷാംശ രേഖകൾ, അതുപോലെ തന്നെ രേഖാംശ രേഖകൾ എന്നാണ് പറയാം. ഇനി ഈ ഓരോന്നിൻ്റെയും പേരുകൾ പഠിക്കണം. 0 ഡിഗ്രി ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ.
ഈ ഭൂമധ്യരേഖയ്ക്ക് നോർത്ത് ഉള്ളതിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. താഴെയുള്ള തെക്ക് വശത്തുള്ളതിനെ നമ്മൾ സദേൺ ഹെമിസ്ഫിയർ എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവുമാണ് ഉണ്ടാവുക. ഇനി 90 ഡിഗ്രി നോർത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർത്ത് പോൾ എന്ന് വിളിക്കുക. 90 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് സൗത്തിനെ നമ്മൾ സൗത്ത് പോൾ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സിന്റെ പേരുകളാണ്. അപ്പോൾ നമുക്കറിയാം 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിനെ നമ്മൾ പറയുന്ന പേര് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖയാണ്. 22 ഡിഗ്രി നോർത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് പറയുക കേട്ടോ. അതേപോലെ തന്നെ 66.5നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ടിക് വൃത്തം അഥവാ ആർട്ടിക് സർക്കിൾ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, 0 ഡിഗ്രിന് നമ്മൾ ഭൂമധ്യരേഖ ഇക്വേറ്റർ എന്ന് പറയുന്നത്, 23.5ന് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖ എന്ന് പറയുന്നു. ആൻഡ് 66.5 നോർത്തിനെ നമ്മൾ ആർട്ടിക് സർക്കിൾ അഥവാ ആർട്ടിക് വൃത്തം എന്ന് പറയുന്നു. ഇനി അതേപോലെ സൗത്തിലേക്ക് വരികയാണെങ്കിൽ 23.5 നോർത്തിനെ നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കൺ അല്ലെങ്കിൽ ദക്ഷിണായന രേഖ എന്നാണ് പറയുക. അതേപോലെ തന്നെ 66.5നെ നമ്മൾ വിളിക്കുന്ന പേരാണ് അന്റാർട്ടിക് സർക്കിൾ അഥവാ അന്റാർട്ടിക് വൃത്തം. ഇനി നിങ്ങൾക്കറിയാം 90 ഡിഗ്രി നോർത്തിനെ നമ്മൾ നോർത്ത് പോൾ എന്ന് വിളിക്കും, 90 ഡിഗ്രി സൗത്തിനെ നമ്മൾ സൗത്ത് പോൾ എന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നമുക്ക് ചോദ്യം ചോദിക്കും. ഇതിനെ നമുക്ക് മാർക്ക് ചെയ്യാനും എൻ്റെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അറിയണം കേട്ടോ. സെറ്റാണോ? ഇനി നമുക്ക് അടുത്തത് ഇവിടുന്ന് പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്സ് ആണ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇതുപോലെയുള്ള നമ്മൾ വെർട്ടിക്കലി വരയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, വെരി ഗുഡ്. അതായത് ലാറ്റിറ്റ്യൂഡ്സിനെ നമ്മൾ 90 ഡിഗ്രിയിൽ കട്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള കുത്തനെയുള്ള വരകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുക. ഇനി അതേപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡ്സിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഹെമിസ്ഫിയർ, നമ്മൾ അവിടെ സൗത്ത് ഹെമിസ്ഫിയർ, നോർത്ത് ഹെമിസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ പറയുമ്പോൾ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. എന്താണ് മക്കളെ? ഈ ഒരു 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ. അതിൻ്റെ ഈസ്റ്റ് ഭാഗത്തിനെ നമ്മൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. അതേപോലെ തന്നെ വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തിനെ നമ്മൾ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നാണ് വിളിക്കുക. അതായത് കിഴക്ക് അർദ്ധഗോളം, പടിഞ്ഞാറ് അർദ്ധഗോളം എന്നാണ് വിളിക്കുക. സെറ്റാണോ? അപ്പോൾ ഇവിടെ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് വളരെ സിമ്പിളാണ്. 0 ലോഞ്ചിറ്റ്യൂഡിനെ നമ്മൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ അഥവാ മാനക രേഖാംശം എന്നാണ് പറയുക. ലാറ്റിറ്റ്യൂഡ്സിനാണ് നമുക്ക് കുറേ പേരുകളൊക്കെ പഠിക്കാനുള്ളത്. ലോഞ്ചിറ്റ്യൂഡ്സിന് നമുക്ക് അങ്ങനെ പേരുകളൊന്നും പഠിക്കാനില്ല. ഈസ്റ്റ് ഭാഗത്ത് കാണുന്ന ലോഞ്ചിറ്റ്യൂഡ്സിനെ നമ്മൾ ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്നും വെസ്റ്റ് ഭാഗത്ത് കാണുന്ന ലോഞ്ചിറ്റ്യൂഡ്സിനെ നമ്മൾ വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയും. ഇത്രയും നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാനുള്ളൂ. ഇനി നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ എല്ലായിടത്തും ഒരേ സമയം പകലുണ്ടാവില്ല, ഒരേ സമയം രാത്രി ഉണ്ടാവില്ല. കുറച്ച് സ്ഥലത്ത് പകലാണെങ്കിൽ കുറച്ച് സ്ഥലത്ത് രാത്രിയാണ് അല്ലേ? അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് എന്താണ് എന്ന് എക്സാമിന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട് അല്ലേ? ഇമാജിനറി ആയിട്ടുള്ള ആക്സിസിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ട്. അപ്പോൾ കറങ്ങുന്ന സമയത്ത് നമ്മളുടെ സണ്ണിൽ നിന്നും തട്ടുന്ന ലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഡേ ആയിട്ടും പകലായിട്ടും ആൻഡ് അത് അടിക്കാത്ത സ്ഥലത്ത് നൈറ്റ് ആയിട്ടുമാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഈ നൈറ്റും രാത്രിയും പകലും വരാനുള്ള കാരണം എന്ന് പറയുന്നത് എർത്തിൻ്റെ റൊട്ടേഷൻ ആണ്. ആൻഡ് എർത്ത് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് 24 മണിക്കൂർ അഥവാ ഒരു ദിവസമാണ് എടുക്കുക, ഒരു നൈറ്റും ഒരു ഡേയും. അപ്പോൾ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് 24 മണിക്കൂർ അഥവാ ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ റൊട്ടേഷൻ അഥവാ ഭ്രമണം കൊണ്ടാണ് നമുക്ക് ഡേയും നൈറ്റും ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി അതിനുശേഷം വരുന്നതാണ് നമ്മുടെ സമ്മർ അല്ലേ? നമുക്ക് ഒരുപാട് സീസൺസ് വരാറുണ്ട്, കാലങ്ങൾ വരാറുണ്ട് അല്ലേ? അപ്പോൾ ഈ സീസൺസ് വരാനുള്ള കാരണം എന്താണ്? മഴക്കാലം, വേനൽക്കാലം എന്നൊക്കെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് സ്വയം കറങ്ങുകയും സൂര്യന് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ എർത്ത് സൂര്യന് ചുറ്റും കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഈ സീസൺസ് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെവല്യൂഷൻ അഥവാ പരിക്രമണം എന്നാണ് നമ്മൾ പറയുക. ഈ പരിക്രമണമാണ് എന്തുണ്ടാക്കുന്നത്? നമ്മളുടെ സീസൺസ് ഉണ്ടാക്കുന്നത്. ഒരു പ്രാവശ്യം സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്ത് വരാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 365 ദിവസമാണ് കേട്ടോ. 365 ആൻഡ് 1/4 ഡേയ്സ് ആണ് എന്തിനെടുക്കുന്നത്? ഒരു പ്രാവശ്യം കറങ്ങാൻ വേണ്ടി എടുക്കുന്നത്. പക്ഷെ നമ്മൾ 1 ഇയർ എന്ന് കണക്ക് കൂട്ടുമ്പോൾ 365 ഡേയ്സ് ആണ് നമ്മൾ എടുക്കാറുള്ളൂ അല്ലേ? ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണ്. ആ 1/4 ദിവസത്തിനെ നമ്മൾ കൂട്ടി വെച്ചിട്ട് 4 വർഷത്തിൽ ഒരിക്കൽ നമുക്ക് ഫെബ്രുവരി 29 ഉണ്ടാവാറുണ്ട് ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കുക,
ഓരോ 1/4കളും ആദ്യം 1/4 പിന്നെ 1/4 പിന്നെ 1/4 അപ്പോൾ 4 വർഷങ്ങൾ കൂടുമ്പോൾ ഈ 1/4കളെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എന്താകും? ഒരു ദിവസമാവും അല്ലേ? അതുകൊണ്ടാണ് 4 വർഷം കൂടുന്ന സമയത്ത് നമുക്ക് ഫെബ്രുവരി 29 എന്ന് പറയുന്ന ഒരു ദിവസം എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീപ്പ് ഇയർ അഥവാ അതിവർഷം എന്നാണ് നമ്മൾ പറയുക അല്ലേ? അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം എർത്ത് ചുറ്റി വരാൻ 365 1/4 ഡേയ്സ് എടുക്കുന്നുണ്ട്. ആ 1/4 ഡേയ്സിനെ നമ്മൾ കൂട്ടിയിട്ട് ഒരു ദിവസമായിട്ട് എടുക്കുന്നതാണ് ഈ 4 വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഫെബ്രുവരി 29 എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം മക്കളെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് എൻ്റെ കുട്ടികൾ പഠിച്ച് അടിപൊളിയായിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കുട്ടികൾ താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.